അസ്സാം വലൈക്കും ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈമുൻസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഒരു ബ്രെഡാണ്. ബ്രെഡ് അല്ലെങ്കിൽ ബണ്ണ് എങ്ങനെ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാം എന്നാണ് കാണിക്കുന്നത്. ഓവണിലാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ ഈ ബ്രെഡൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പണിയില്ല, അതിൻ്റെ ആ ഒരു ദോ ചെയ്തെടുക്കാനാണ് കുറച്ച് സമയം എടുക്കുക. അതിൻ്റെ ആ ഒരു മാവ് കുഴച്ചെടുത്തിട്ട് ആ ഒരു പെർഫെക്റ്റ് ബ്രെഡിൻ്റെ ആ ഒരു കൂട്ടാക്കിയെടുക്കാൻ കുറച്ച് സമയം എടുത്തിട്ട് വേണം ചെയ്യാൻ. അപ്പം നമുക്ക് ആദ്യം മാവ് കുഴച്ചെടുക്കാം. അപ്പോൾ ബ്രെഡിൻ്റെ മാവ് കുഴക്കാനായിട്ട് മൈദ എടുത്ത് വെച്ചപ്പോഴേക്കും കറണ്ട് പോക്കും വരവും ഒക്കെ ആയിട്ട് ആ ഒരു കളിയായി. അപ്പോൾ വിചാരിച്ചു എന്തായാലും ഇന്ന് എടുക്കണ്ട, പിന്നെ ഒരു ദിവസം എടുക്കാം. കാരണം ലൈറ്റ് ശരിയില്ലെങ്കിൽ എനിക്ക് വീഡിയോ തീരെ ക്ലിയർ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുക്കണ്ടെന്ന് വിചാരിച്ച് വെക്കുമ്പോഴേക്ക് കറണ്ട് വന്നു. അപ്പോഴേക്കും കുറച്ച് കാര്യങ്ങൾ ഈ മൈദയിൽ അങ്ങ് ചേർത്തും പോയി. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ എടുത്തത് 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, ഒരു മുട്ട, 1/4 ഗ്ലാസ് ചെറിയ ചൂടായിട്ടുള്ള പാലെടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, 2 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഫ്ലേവറും ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ പൊറോട്ടക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ കുറച്ചൊന്ന് ലൂസാക്കിയിട്ട്, ഒരുപാട് ചപ്പാത്തിയുടെ പോലെ ടൈറ്റ് ആക്കരുത്, കുറച്ചൊന്ന് ലൂസാക്കിയിട്ട് അങ്ങ് കുഴച്ചെടുക്കാം. ഇനിയിപ്പം കുറച്ചൊന്ന് കുഴഞ്ഞു വന്നപ്പം ഞാനിതിലേക്കൊരു ടേബിൾ സ്പൂണോളം ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മൈദയാണ് എടുത്തത്. നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഗോതമ്പ് എടുത്തിട്ട് ചെയ്യാം. ബ്രൗൺ ബ്രെഡ് കിട്ടുന്നുണ്ടല്ലോ ബേക്കറിയിൽ, അതേപോലെ ഗോതമ്പ് വെച്ചിട്ട് ചെയ്യാം. അങ്ങനെ ഇതിപ്പം ചെറുതായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ നന്നായിട്ടൊന്ന് സോഫ്റ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ പൊറോട്ടക്കെന്ന പോലെ ചപ്പാത്തിയുടെ പോലെ ഒന്ന് ജസ്റ്റ് സോഫ്റ്റ് ആയാൽ പോരാ, ഇത് നല്ലോണം വലിച്ച് തന്നെ കുഴച്ചെടുക്കണം. കുറച്ച് സമയം എടുത്തിട്ട് കുഴച്ചെടുക്കണം. ഈ കുഴച്ചെടുക്കുന്നതിലാണ് നമ്മുടെ ബ്രെഡ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുക. അപ്പം എത്രത്തോളം നമ്മൾ കുഴച്ചെടുക്കുന്നോ അത്രത്തോളം ഈ ബ്രെഡും പൊറോട്ടയൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഞാനിപ്പോൾ ഇത് ഏകദേശം നെയ്യൊക്കെ ചേർത്തിട്ട് പിന്നെയും കുറച്ച് പൊടി ഇട്ട് കൊടുത്തു, പിന്നെയും കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ ഒരു 15 മിനിറ്റോളം നന്നായിട്ട് അങ്ങ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് തന്നെ നന്നായിട്ട് വലിച്ച് കുഴച്ചെടുക്കണം. എന്നാലേ ഈ ബ്രെഡ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. നന്നായിട്ട് പൊങ്ങി വരണം, എന്നിട്ട് ഇത് സോഫ്റ്റായിട്ട് കിട്ടണം. അപ്പം ഞാനിതിനു മുമ്പ് ചിക്കൻ റോളൊക്കെ ചെയ്തപ്പം ഇങ്ങനെ കുഴച്ചെടുക്കുന്ന കാണിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് പിന്നെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല, കുഴക്കുന്നത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് കുറച്ച് അധിക സമയം ഇങ്ങനെ നമ്മൾ എന്താ പറയുക, നന്നായിട്ട് വലിച്ചിട്ട് തന്നെ കുഴച്ചെടുക്കുമ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. നമുക്കത് തിന്നുമ്പം നല്ല ടേസ്റ്റായിട്ട് തോന്നുകയും ചെയ്യും. നല്ലൊരു സോഫ്റ്റാണ്, കടിച്ചെടുക്കുമ്പോൾ തന്നെ അങ്ങനെ വലിഞ്ഞു പോകാണ്ട് മുറിഞ്ഞ് വരുന്ന അങ്ങനെയുള്ള ബ്രെഡായിട്ട് കിട്ടും. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റോളം ഇങ്ങനെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പം ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ബൗളിൽ ഞാനിപ്പം കുറച്ച് ഓയിലൊന്ന് പുരട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് മാവ് വെച്ച് കൊടുത്തിട്ട് മുകളിൽ കുറച്ചുകൂടെ ഓയിലൊന്ന് തടവി കൊടുത്തിട്ട് ഇതൊന്ന് കവർ ചെയ്തിട്ട് നമുക്കൊരു 3-4 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പം ഞാനിപ്പോൾ ഒരു ഓയിൽ കവർ ഇതേപോലെ ആ ബൗൾ മൂടിയിട്ടുണ്ട്. എന്നിട്ട് ഒരു 3-4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴേക്കും നന്നായിട്ട് പൊങ്ങി വരും. പെട്ടെന്നൊന്ന് പൊങ്ങി വരണം എന്നുണ്ടെങ്കിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഈ ബൗളങ്ങ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഡബിളായിട്ട് പൊങ്ങി വന്നോളും. ഇതിപ്പം ഞാൻ സാധാ ഓവണാണ്, കൺവെക്ഷൻ അല്ല. ബേക്കിങ്ങിനൊന്നും പറ്റൂല, ജസ്റ്റ് ചൂടാക്കാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഒരു 30 സെക്കൻഡ് ഇതേപോലെ അങ്ങനെ അങ്ങ് ചൂടാക്കിയിട്ട് ആ ബൗളങ്ങ് അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2-3 മണിക്കൂർ ഇതേപോലെ ഇതിൽ വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോഴേക്കും ഇത് ഡബിൾ സൈസായിട്ട് വരും, നന്നായിട്ട് പൊങ്ങി കിട്ടും, നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. ഇപ്പോൾ ഇത് ഒരു 4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ കവറിന്ന് ഓവണിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, നന്നായിട്ട് ഡബിളായിട്ട് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റും ആയിട്ടുണ്ട്. അപ്പോൾ ഈ എയറെല്ലാം പോകുന്നതിന് മുമ്പേ നമ്മൾ പെട്ടെന്ന് തന്നെ ബേക്ക് ചെയ്തെടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെയും കുറച്ച് സമയം വെച്ചു എന്നുണ്ടെങ്കിൽ പഴയ പോലെ തന്നെ ആയിപ്പോവും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇത് കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് പൊടി വിതറിയിട്ട് അതിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ പകുതി മാത്രം എടുത്തിട്ടാണ് ഞാനിപ്പം ബ്രെഡാക്കി എടുക്കുന്നത്. അപ്പം ഞാനിപ്പം ഇത് കട്ട് ചെയ്തിട്ട് പകുതി എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു പകുതി വെച്ചിട്ട് നമുക്കൊരു ബ്രെഡ് ഉണ്ടാക്കാം. അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ടൊന്നങ്ങ് പരത്തിയെടുക്കണം. ഇനി കുഴച്ചെടുക്കണ്ട, ജസ്റ്റ് നന്നായിട്ടൊന്ന് പരത്തിയിട്ട് ഒന്നങ്ങ് മടക്കിയെടുക്കാം. അപ്പം നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് പൊടിയങ്ങ് വിതറി കൊടുക്കാം. എന്നിട്ടിത് നന്നായി പരത്തിയെടുക്കാം. പരത്തിയെടുത്തിട്ട് ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ മടക്കിയെടുക്കണം. അപ്പോഴേക്കും ഇത് കണ്ടോ, കറണ്ട് പോയി.
അപ്പോൾ ഇനി കറണ്ട് വരുന്നത് വരെ ഇത് വെച്ചിട്ട് വെയിറ്റ് ചെയ്യാൻ ശരിയാവില്ല. അപ്പോൾ ഞാൻ തൽക്കാലം ഒന്ന് എമർജൻസി ഒക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. കാണും എന്തായാലും നിങ്ങൾക്ക് ഇതെന്താ ചെയ്യുന്നതെന്നുള്ള. ഇതേപോലെ ജസ്റ്റ് ചുരുട്ടി എടുത്തിട്ട് നമുക്കൊരു ട്രേയിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ലോഫ് ടിൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് അങ്ങ് നീളത്തിലങ്ങ് വെച്ച് കൊടുക്കാം. ആ ടിന്നിലേക്ക് എണ്ണ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ അവിടെ വെക്കാം. ഒരു അരമുക്കാൽ മണിക്കൂർ ആകുമ്പോഴേക്കും ഇത് വീണ്ടും ഒന്ന് ഡബിൾ ആവും. അപ്പം ഞാൻ നേരത്തെ ഇട്ടതുപോലെ തന്നെ ഇതൊരു കവറിലേക്ക് അങ്ങ് വെച്ചിട്ട് മൂടി വെക്കുന്നുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ വെക്കുമ്പോഴേക്കും ഇതൊന്ന് ഡബിളായിട്ട് വരും. എന്നിട്ട് നമുക്കിത് ബേക്ക് ചെയ്യാം. ഇപ്പോൾ സമയം ശരിക്കും പറഞ്ഞാൽ 4:30 ചായൻ്റെ സമയമൊക്കെ ആയി. അപ്പം ബാക്കിയുള്ള മാവ് കൊണ്ട് ഞാൻ വിചാരിച്ചു ചായക്കടിയായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന്. ഇവിടെ ചിക്കൻ്റെ ഒരു മസാല ഉണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചിട്ട് തന്നെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ബേക്ക്ഡ് ഫിഷ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഫിഷിൻ്റെ ഒരു മോഡലാക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചപ്പാത്തിയുടെ സൈസിലുള്ള മാവ് എടുത്തിട്ട് ഞാൻ ഇതേപോലെ ബോളാക്കി പരത്തി എടുത്തിട്ടുണ്ട്. കുറച്ച് നീളത്തിൽ അങ്ങ് പരത്തിയെടുക്കാം, റൗണ്ടായിട്ടല്ല. ഫിഷിൻ്റെ ആ ഒരു വലിപ്പം വേണമല്ലോ, അപ്പോൾ ആ ഒരു നീളത്തിൽ പരത്തിയെടുത്തിട്ട് അതിൻ്റെ നടുവിലായിട്ട് കുറച്ച് ചിക്കൻ്റെ മസാല വെച്ച് കൊടുക്കാം. എന്നിട്ട് രണ്ട് സൈഡും കട്ട് ചെയ്തെടുക്കണം. ആ ഒരു പിസ്സ കട്ടറോ അല്ലെങ്കിൽ കത്തിയോ വെച്ചിട്ട് ഒന്നങ്ങ് കട്ട് ചെയ്തെടുക്കാം. അത് ഈക്വലായിട്ട് ഇപ്പുറത്ത് 5 ആണെങ്കിൽ അപ്പുറത്തും 5 ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഓരോ ഭാഗത്തു നിന്നും ഇപ്പുറത്തേക്ക് ക്രോസ് ചെയ്തിട്ട് മടക്കി കൊടുക്കാം ഇതേപോലെ. ഇപ്പോൾ 2 ഭാഗത്തുനിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മടക്കി കൊടുക്കാം. എന്നിട്ട് ഒരു ഫിഷിൻ്റെ ഷേപ്പായി കിട്ടും. ഇതിപ്പോൾ പെട്ടെന്ന് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു ഇത് കിട്ടുന്നില്ല, ഒരു പെർഫെക്റ്റായിട്ട് വന്നിട്ടില്ല എന്തായാലും. പക്ഷേ ഇത് തിന്നാൻ നല്ല സോഫ്റ്റാണ് കേട്ടോ. അങ്ങനെ ഞാനിപ്പോൾ ഒരു ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടിഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് കണ്ണിനായിട്ടൊരു കുരുമുളകും വെച്ച് കൊടുക്കാം. അങ്ങനെ ഒരു 3-4 ഫിഷ് ഞാനിപ്പം ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ബേക്കിംഗ് ട്രേയിലേക്ക് കുറച്ച് എണ്ണ തടവിയിട്ട് അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, നമ്മുടെ ബ്രെഡിൻ്റെ കൂട്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബേക്ക് ചെയ്യുന്നതിന് മുമ്പ് ഞാനിപ്പം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മുട്ടയുടെ മഞ്ഞ ഒന്നങ്ങ് പുരട്ടി ഒന്നങ്ങ് തേച്ച് കൊടുക്കുകയാണ്, കാരണം ആ ഒരു കളറ് കിട്ടാൻ വേണ്ടി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള OTGയിലേക്ക് അല്ലെങ്കിൽ ഓവനിലേക്ക് 15 മുതൽ 20 മിനിറ്റ് വരെ 200°C നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും അതവിടെ ബേക്കാവുന്ന സമയത്തേക്കും ഇവിടെ ഫിഷും ഇതേപോലെ എഗ് വാഷ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഒരു 20 മിനിറ്റ് ആയപ്പം നമ്മുടെ ബ്രെഡ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു അലുമിനിയം റാക്കിൽ വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടാറിയ ശേഷം നമുക്കിത് കട്ട് ചെയ്യാം. അപ്പോൾ കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണിത്. നന്നായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ട്, അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഈ ബ്രെഡിന് പകരം ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് ബന്നാക്കിയിട്ടും എടുക്കാം. ഇതൊരു ഹാർട്ട് ഷേപ്പിൽ ഞാൻ ഇതിന് മുമ്പ് ഉണ്ടാക്കിയ ഒരു ബന്നാണ്. ഇതിപ്പം നമുക്ക് മയണൈസിൻ്റെ കൂടെ ഒരു സാൻഡ്വിച്ച് പോലെ ആക്കിയിട്ട് അങ്ങനെ ചെയ്യാം. സാധാരണ നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതേപോലെ സാൻഡ്വിച്ച് ആക്കി ചെയ്യാം. പിന്നെ മിൽക്ക് മെയ്ഡിൻ്റെ കൂടെ കൂട്ടി തിന്നാം, സൂപ്പിൻ്റെ കൂടെ കൂട്ടി തിന്നാം. അങ്ങനെയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്താണോ ബ്രെഡിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്യാം. ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാറുണ്ട് ഞാൻ ഇത് വെച്ചിട്ട്. ഇതിപ്പോൾ ഞാൻ കാണിച്ചത് ഓവനിൽ ചെയ്യുന്നത്, അല്ലാണ്ട് നമുക്ക് നോൺ സ്റ്റിക്ക് പാനിലും ചെയ്യാം. ഇതേ മെത്തേഡിൽ മാവ് കുഴച്ചെടുത്തിട്ട് ഓവനിലിടുന്നതിന് പകരം നോൺ സ്റ്റിക്ക് പാനിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ കുക്ക് ചെയ്തെടുക്കാം. അപ്പം അത് ഞാൻ ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ നോൺ സ്റ്റിക്ക് പാനിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറ്റുമെങ്കിൽ കാണിക്കാം കേട്ടോ. കാരണം ഇപ്പോൾ എല്ലാവരുടെ അടുത്തും ഓവൺ ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ ബ്രെഡ് ഉണ്ടാക്കണമെങ്കിൽ ഓവൺ ഇല്ലാത്തവർക്കും നോൺ സ്റ്റിക്ക് പാനിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിക്കാം. അപ്പം ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓവണുള്ളവരിത് തീർച്ചയായിട്ടും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയ റെസിപ്പിയുമായി നമുക്ക് ഇനിയും കാണാം. Till then, take care and bye from Aimun's Kitchen. Thank you.